കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം, പൗലോസ് എഴുതിയ രണ്ടാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും. ആ വാക്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ക്രിസ്തുവിൽ, അത് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. ക്രിസ്തുവിൽ ഞങ്ങളെ വല്ലപ്പോഴും എന്നല്ല, ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ മാത്രമൊന്നല്ല, ഞായറാഴ്ച മാത്രമല്ല, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും. എപ്പോഴും എന്ന് പറയുമ്പോൾ എന്ന് ക്രിസ്തുവിലായോ അന്ന് മുതൽ എപ്പോഴും എന്ന് പറയുമ്പോൾ അതങ്ങ് നീണ്ടു നിൽക്കുന്നതാണ്. ആ വചനം ഒന്ന് ഉരുവിടുന്നത് തന്നെ ജയമാണ്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും. എങ്ങനെ? വായിച്ചേ. ജയോത്സവമായി. ആ വാചകം ഒന്ന് എടുത്തുദ്ധരിക്കാമോ? ജയോത്സവമായി. ജയോത്സവമായി. വായിച്ചേ. ജയോത്സവമായി നടത്തുകയും. അപ്പോ നടന്നോണ്ടേയിരിക്കുന്നു, ചലിച്ചോണ്ടേയിരിക്കുന്നു, ഗമിച്ചോണ്ടേയിരിക്കുന്നു, മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. കാലമതിന്റെ നിലയിൽ കാലുകുത്തി 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 കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ എങ്ങനെ പോകുന്നു? എപ്പോഴും ക്രിസ്തുവിൽ ജയോത്സകരമായി. അങ്ങനെ വരുന്നൊരാഴ്ച മുഴുവനും പോകാൻ സ്തോത്രം. വിളിക്കപ്പെട്ടവരെ, അങ്ങനെ നാം പോകാൻ പോകുന്നതോർത്ത്, അങ്ങനെ നമുക്കൊരു മുൻപോട്ട് ഗമനമുള്ളതോർത്ത് എത്ര പേര് സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തും. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും. ആ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. എപ്പോഴും ജയോത്സകരമായി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, യേശു കർത്താവിന്റെ ക്രൂശിൽ നാം പ്രശംസിക്കാനുള്ള കാരണം, എന്നെ ജയാളിയാക്കി തീർത്ത, ജയാളിയാക്കിയ ഇതാണ് ക്രൂശിന്റെ വചനം. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. എന്നെ ജയാളിയാക്കിയതാണ് ക്രൂശിന്റെ വചനം. ക്രൂശിന്റെ വചനത്തിൽ പ്രശംസിക്കാനുള്ള കാരണം എന്താ? എന്നെ ജയാളിയാക്കിയതാണ് ക്രൂശിന്റെ വചനം. ക്രൂശിന്റെ വചനത്താൽ എനിക്ക് ജയമുണ്ടായി. ഇങ്ങനെ പറയാൻ വചനത്തിൽ തെളിവ് എവിടെയാണ്? സ്തോത്രം. ഇന്ന് വായിച്ച കൊരിന്ത്യ ലേഖനം, അതിൻ്റെ 2-ാം ലേഖനം 2:14 ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സകരമായി നടത്തുന്ന ജയോത്സവം, അത് അനുഭവിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പം ജയോത്സവം നടക്കണമെങ്കിൽ ജയം വേണ്ടേ? ജയം വേണ്ടേ? ജയോത്സവം നടക്കണമെങ്കിൽ, ജയഘോഷമുണ്ടാകണമെങ്കിൽ, ജയാരവമുണ്ടാകണമെങ്കിൽ ജയം നടക്കണ്ടേ? ആര് ജയിച്ചു? ഏതാ ഈ ജയം? സ്തോത്രം. യേശു ക്രൂശിൽ കൈവരിച്ച ജയം. ആ ജയം ഏതാണെന്ന് മനസ്സിലാക്കാൻ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം വായിച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച്. വാഴ്ചകളില്ലെന്ന് ബൈബിൾ പറയുന്നില്ല, അധികാരങ്ങളില്ലെന്ന് ബൈബിൾ പറയുന്നില്ല. എന്നാൽ വാഴ്ചകളെയും അധികാരങ്ങളെയും യേശു ക്രൂശിൽ ആയുധവർഗം. അപ്പോൾ ആയുധം ഉണ്ടായിരുന്നു, ആയുധം വെച്ച് കീഴടങ്ങി ശത്രുവിന്റെ കാലാകാലങ്ങളായുള്ള പദ്ധതിയെ മുഴുവനും യേശുവിന്റെ ക്രൂശീകരണത്താൽ തച്ചുടച്ച്,
ഹല്ലേലൂയ. അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. എപ്പോൾ? ക്രൂശിൽ. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റാവോ. ഇന്നിവിടെ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ ആ ക്രൂശീകരണ സമയത്ത് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. ഈ ജയോത്സവം നമ്മെ ജയോത്സവത്തോടെ നടത്തുക. അപ്പോൾ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ ആ ജയം എങ്ങനെയാണ്? പുറമറ്റത്തുള്ള വ്യത്യസ്തമായ വീട്ടുപേരിൽ വ്യത്യസ്തമായ അപ്പനമ്മമാരുടെ മക്കളായി ജനിച്ച വ്യത്യസ്ത കുടുംബങ്ങളിൽ സാഹചര്യങ്ങളിൽ വളർത്തപ്പെട്ട ജീവിക്കുന്ന നമുക്ക് എങ്ങനെയാണ് ആ ജയം കിട്ടുന്നത്? സ്തോത്രം. മനസ്സിലാകാൻ രണ്ട് ഉദാഹരണങ്ങൾ. ഇന്ത്യൻ പൗരനായ, ഇവിടുത്തെ പൗരനാണെന്നുള്ളൊരു ബോധം അകത്തുള്ള ഒരാൾക്ക്, ദേശസ്നേഹിയായ മനുഷ്യന്, രാജ്യസ്നേഹിയായ മനുഷ്യന്, ഈ രാജ്യം ഏതെങ്കിലും സ്പോർട്സിലോ യുദ്ധത്തിലോ ജയിച്ചു കഴിയുമ്പം, അങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പം ഇവിടെയുള്ള പൗരന്മാരുടെ എല്ലാവരുടെയും കണ്ണ് ടെലിവിഷനിലായിരിക്കും. ഇന്നത്തെ കാലത്ത് ആണെങ്കിൽ ജയിച്ചു കഴിയുമ്പം, ജയിക്കാൻ യുദ്ധം ചെയ്യാൻ പോയത് നമ്മളല്ല, കളിക്കാൻ പോയത് നമ്മളല്ല, നമ്മൾ കളിക്കളത്തിൽ അങ്ങ് ദൂരെ നിന്ന് കണ്ടതേ ഉള്ളൂ. എന്നാൽ ആ പൗരബോധത്തിൽ, ആ രാജ്യസ്നേഹത്തിൽ ജയിച്ചു കഴിയുമ്പോൾ ഒരു ജയിച്ചതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ ശരീരത്തിലും മനസ്സിലും നോട്ടത്തിലും ഭാവത്തിലും മൊത്തം. അതല്ലേ നമ്മുടെ പല പിള്ളേരൊക്കെ ഈ ലോകകപ്പൊക്കെ വരുമ്പോൾ നമ്മുടെ രാജ്യമൊക്കെ, അവർക്ക് പല പരിപാടിയുണ്ട്, പല രാജ്യങ്ങളുമൊക്കെ ആയിട്ട് ഇഷ്ടമുള്ളവരുണ്ട്, മലപ്പുറത്തൊക്കെ ചെന്നാൽ ചില ആവേശമുള്ളവരുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യമൊക്കെ ജയിച്ചു കഴിയുമ്പോൾ പിള്ളേർക്കൊക്കെ ആവേശം ഉണ്ടാകും. ആ ആവേശം അവർ പോയി കളിച്ചിട്ടൊന്നുമല്ല. ഇനി ഒന്നും കൂടെ ഇതിനെക്കുറിച്ച് ചിന്തകന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു ദൃഷ്ടാന്തം ഇതാണ്. ഒരു ശത്രു രാജ്യം നമ്മെ ജയിച്ച് കുറെ ആളുകളെ കൊണ്ടുവന്ന് അവരുടെ തടവറയിലിട്ടു, സെല്ലിൽ കിടക്കുക. അന്നേരം നമ്മുടെ രാജ്യം അതിനോട് യുദ്ധം ചെയ്ത് ആ രാജ്യത്തെ തോൽപ്പിച്ചിട്ട് തടവറയിൽ ഇരിക്കുന്ന ആളുകളുടെ അരികിലേക്ക് നമ്മുടെ സൈന്യം ചെന്ന് തടവറയുടെ കവാടങ്ങളെ തുറന്ന് വെളിയിൽ ഇറക്കി കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ വിമോചനം പ്രാപിച്ചവരെല്ലാം കൂടെ ഒന്നിച്ചാഘോഷിക്കുന്ന ഒരാഘോഷമുണ്ട്. ആ ആഘോഷമാണ് ജയോത്സവം. സ്തോത്രം. എന്നാൽ കുറേ കാലം തടവറയിൽ കിടന്നവരുണ്ടല്ലോ, അവർക്ക് വാതിൽ തുറന്നു കൊടുത്താലും അവർ വെളിയിൽ ഇറങ്ങത്തില്ല. അവർ ഈ ബന്ധനവുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റായി. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ആ ബന്ധനവുമായിട്ട്, ചില പട്ടിയെ കണ്ടിട്ടില്ലേ, കൂട്ടിൽ കിടക്കുന്നതിൻ്റെ വാതിൽ തുറന്നാലും അത് ഇറങ്ങി വരത്തില്ല. കാര്യം അതാ കൂടുമായിട്ട്. സ്തോത്രം. ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ? സ്തോത്രം. യേശു കർത്താവ് സാക്ഷാൽ സ്വാതന്ത്ര്യം വരുത്തി, വിമോചനത്തിന്റെ കാഹളനാദം മീട്ടി. സ്തോത്രം. ഹല്ലേലൂയ. സാക്ഷാൽ സ്വാതന്ത്ര്യം നൽകി സ്വതന്ത്രീകരിച്ച് വെളിയിൽ ഇറക്കിയിരിക്കുന്ന വിമോചന സംഘമേ, കേട്ടുകൊള്ളുവീൻ, കേട്ടുകൊള്ളുവീൻ. ആമേൻ. നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ, ജയത്തിൽ, വിടുതലിൽ അവൻ ജയോത്സവം കൊണ്ടാടുവീൻ.
ഓ ധുരാമന ഹതര ജനകശസിയാദന അടകമന ധികൽക്കമനിയാദനാദനാസിയാദന ഹർധുരാമാനകസിയാദന. വിശുദ്ധ സഭായോഗത്തിനകത്ത് അങ്ങനെ ജയാളികൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ ജയം നമ്മൾ പൊരുതി ജയിച്ച ജയം അല്ല. ഈ ജയം നമ്മൾ വിശ്വസിച്ചു. ആമേൻ. അതിനോട് കർത്താവ് നമ്മെ ചേർത്തി, ജയത്തിന്റെ സംഘത്തിൽ ചേർത്തി. ക്രൂശിൽ കൈവരിച്ച ജയം ക്രിസ്തുവിൽ നാം ആയപ്പോൾ, ആമേൻ, ഒരുത്തൻ ക്രിസ്തുവേശുവിലായാൽ എന്ന പ്രയോഗം പോലെ, ആമേൻ, ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ക്രിസ്തുവിൽ ആയപ്പോൾ ആ ജയം നമ്മിൽ വന്നു. അങ്ങനെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ തിരിച്ചറിയണം, ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു, യേശുവേ എൻ്റെ ഉള്ളിൽ വരണമേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വന്നത് പരാജയപ്പെട്ടൊരു പരാജിതനല്ല വന്നത്. എൻ്റെ ഉള്ളിലേക്ക് വന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ ജയാളിയാണ് എൻ്റെ അകത്ത് വന്നത്. എൻ്റെ അകത്ത് യേശു കയറിയതോടെ ആ ജയം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ആ ജയം അനുഭവിക്കുന്നവർ ഇന്ന് ഈ ആരാധനക്കകത്തുണ്ടെങ്കിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. യേശു തന്ന ജയം, അതിന് 1 രൂപ മുടക്കിയിട്ടില്ല, അരമയിൽ നടന്നിട്ടില്ല, ഒരു വെടിയും പൊട്ടിച്ചിട്ടില്ല, ഒരു നേർച്ച കാഴ്ചകൾ നടത്തിയിട്ടില്ല. നാം വിശ്വസിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ അവൻ പരാജയത്തിന്റെ പടുകുഴിയിൽ കിടന്ന് നമ്മെ അവൻ സ്തോത്രം ജയാളിയോട് ചേർത്ത് വെച്ചപ്പോൾ കൃപയാൽ നാം ജയിക്കാൻ തുടങ്ങി. ആമേൻ. സ്വോത്രം 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 സ്വോത്രം. ആർക്കും വേണ്ടാതെ കിടന്നവർ, വീട്ടിൽ തടയപ്പെട്ടവർ, മക്കൾക്കകത്ത് ബ്രിട്ട് കൽപ്പിക്കപ്പെട്ടവർ, കുടുംബത്തിനകത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സമൂഹത്തിനകത്ത് ഒറ്റപ്പെടുത്തപ്പെട്ടവർ, അവരൊക്കെ സ്വോത്രം ക്രിസ്തുവിൽ വന്നപ്പോൾ അവന്റെ നില മാറാൻ തുടങ്ങി, അവന്റെ ലെവൽ മാറാൻ തുടങ്ങി, അവന്റെ പേഴ്സണാലിറ്റിയുടെ ലെവൽ മാറാൻ തുടങ്ങി, അവന്റെ വാക്കിന്റെ ലെവൽ മാറാൻ തുടങ്ങി, അവന്റെ ഇടപാടുകൾ മാറാൻ തുടങ്ങി, അവൻ ആപാത ചൂടാൻ മാറാൻ തുടങ്ങി. അവനിൽ മാറ്റം, നവീകരണത്തിന്റെ നാദം. അവൻ നവീകരണം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന് ഏക ഉത്തരം ജയാളിയായ യേശു, ചാമ്പ്യൻ ഫോർ ജീസസ് ക്രൈസ്റ്റ്. പരാജയങ്ങൾ അവൻ പരാജയപ്പെടുത്തുമെന്ന് പറയുന്ന വൈരികൾ കേൾക്കെ പറ, നിനക്കെതിരെ നിൽക്കുന്ന പോരികൾ കേൾക്കെ പറ, അവൻ അന്ധകാര വ്യാപാരങ്ങൾ കേൾക്കെ പറ, എന്നിൽ വസിക്കുന്നവൻ അവൻ ജയാളിയത്രേ, എന്നിൽ വസിക്കുന്നവൻ ജയാളിയത്രേ, എന്നിൽ വസിക്കുന്നവൻ ജയാളിയത്രേ. സ്തോത്രം. നമ്മുടെ സ്വയത്തിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ തോൽവി ദർശിക്കുന്നു. നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞ തോൽവി നീ മണക്കുന്നുവോ, അവൻ നീ അഭിമുഖീകരിക്കാൻ പോകുന്ന, ചെയ്യാൻ പോകുന്ന, ഇടപെടാൻ പോകുന്ന, ഹല്ലേലൂയ, കൈവയ്ക്കാൻ പോകുന്ന, ചുവട് വയ്ക്കാൻ പോകുന്ന വിഷയങ്ങളുടെ മേൽ പരാജയപ്പെടുമെന്നുള്ള ആശങ്ക നിന്റെ അകത്തുണ്ടോ? ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുന്നൊരു ദൂത്, നിന്റെ അകത്തിരിക്കുന്നവൻ തോറ്റവനല്ല. സ്തോത്രം. തോറ്റവനല്ല. അവൻ പരാജയപ്പെടുത്തുമെന്നുള്ള ആക്രോശങ്ങളുടെ നടുവിൽ ഇന്ന് ഈ വചനം വിളിച്ചു പറ, അവൻ ക്രിസ്തുവിനെ ജയോത്സവമായി നടത്തുന്ന പ്രിയരെ, ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്ന 3 പ്രധാനപ്പെട്ട ജയത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ പോയിന്റുകൾ മാത്രം പറഞ്ഞു നിർത്തുകയാണ്. പ്രബോധനം. ഗലാത്യലേഖനം 5:23 കൊടുത്തിരിക്കുന്ന ഇന്ദ്രിയ ജയം, പഞ്ചേന്ദ്രിയങ്ങളുടെ മേലുള്ള ജയം.
നെക്സ്റ്റ് യോഹന്നാൻ്റെ ലേഖനം 1 ലേഖനം 5-ാം അധ്യായം 4-5 വാക്യത്തിൽ ലോകത്തെ ജയിച്ചിരിക്കുന്ന ജയം. ആ 4-5 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാമോ? ഒന്ന് വായിച്ചു വിട്ടോ. ഒരു കാര്യം പറയാനുണ്ട്, അവിടുന്ന് എടുത്തുദ്ധരിക്കാനുണ്ട്. വായിച്ചു. ആ അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചത് ഒക്കെയും ലോകത്തെ, അപ്പൊ രക്ഷിക്കപ്പെടാത്തയാൾക്ക് ഈ ജയം കിട്ടത്തില്ല. പെന്തക്കോസ് ജനിച്ചത് കൊണ്ട് ഈ ജയം കിട്ടത്തില്ല. ജയാളിയായ അപ്പൻ്റെ മോനായതുകൊണ്ട് ഈ ജയം കിട്ടത്തില്ല. ഈ ജയം വ്യക്തിപരമായി കിട്ടുന്നതാണ്. എവിടുന്ന്? സ്തോത്രം. ബൈബിളിലൊരു പ്രയോഗമുണ്ട്, ഒരുത്തൻ ക്രിസ്തുവേശുവിലായാൽ. ആ ഒരുത്തൻ്റെ അപ്പുറത്ത് ഒരു കുടുംബമില്ല. ആമേൻ. അപ്പനും അമ്മയും മക്കളും ചേർത്തല്ല, ഒരുത്തൻ ക്രിസ്തുവേശുവിലായാൽ. ഹല്ലേലൂയ. ഇനി അടുത്തത് വായിച്ചോ. നമ്മുടെ വിശ്വാസം തന്നെ. അപ്പോൾ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു? ഹല്ലേലൂയ. അപ്പോൾ യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ലോകത്തെ ജയിച്ച് വെളിയിലേക്ക് വരുന്ന ജയാളിയാണ്. ഇത് രക്ഷയാൽ സംഭവിക്കുന്നതാണ്. സ്തോത്രം. എന്നിട്ട് വ്യക്തിപരമായുള്ള ജയത്തെക്കുറിച്ചും സഭാപരമായുള്ള ജയത്തെക്കുറിച്ചും പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. കമ്പിവാചങ്ങളായി പറയാം. 3-ാമത്തെ ജയമാണ് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 55-57 വാക്യങ്ങളിൽ മരണത്തിൻ്റെ മേലുള്ള ജയം. ആ ജയത്തെക്കുറിച്ച് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഹേയ് മരണമേ. അല്ലേ? പണ്ട് ഈ വാക്ക് മക്കളെ നിങ്ങൾക്കൊക്കെ മുമ്പേ, ഇപ്പോൾ ഇരിക്കുന്ന ഈ കൊച്ചു തലമുറയ്ക്ക് മുമ്പ് ബാലഭൂമിയും ബാലരമയൊക്കെ ഉണ്ടായിരുന്നു. വെക്കേഷന് പണ്ട് വായിക്കാൻ. മക്കൾ കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. അല്ലേ? പണ്ടൊക്കെ അല്ലേ കഥാപുസ്തകം എന്ന് പറഞ്ഞ് കുറേ എണ്ണം ഉണ്ടായിരുന്നു. അത് വായിക്കാൻ വേണ്ടി ഭയങ്കര ബഹളമാണ്. അതിനകത്തുള്ള ചില പ്രയോഗമുണ്ട്, ഹേയ് അല്ലേ, ഹും. നമ്മുടെ പ്രവാചകന്മാരൊക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ഫൗ. ഇതൊക്കെ എന്ത് ചെയ്യും? ഹേയ് ഹേ. ഇങ്ങനെ കയറിയിരിക്കുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞാൽ ആ വാക്കിനകത്ത് എന്തോ ഒരു കുഴപ്പമില്ല ചാ. ഹേയ് ഒരാക്ഷേപ സ്വരമല്ലേ അത്? ഹേയ് ഹേയ്. മരണത്തെ നോക്കി ഒരു കൂട്ടർ പറയാണ് ഹേയ്. അതാരാന്നറിയാമോ? ഇന്ന് രാത്രിയിൽ അല്ല, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ വരവുണ്ടെങ്കിൽ, ഹല്ലേലൂയ, മരണം കീഴ്പ്പെടുത്തുമെന്ന് വെല്ലുവിളിച്ചു നിന്ന ഒരു പറ്റം വെല്ലുവിളിയുടെ കീഴിൽ നിന്ന ഒരു പറ്റം ആളുകൾ കാഹളനാദത്തിങ്കൽ രൂപാന്തരപ്പെടും. അവരിവിടുന്ന് പോകുമ്പോൾ അവർ വിളിക്കുകയാണ്, ഹേ മരണമേ. ഹല്ലേലൂയ. ഇനി അതിനെക്കുറിച്ചൊരു പണ്ഡിതൻ കൊടുത്തിരിക്കുന്ന അടുത്തൊരു പ്രയോഗം കൂടെ, 2-ാം മരണത്തെയും കൂടെ ചേർത്തിയാണ് ഹേ എന്ന് വിളിച്ചതെന്ന്. സ്തോത്രം. സന്തോഷത്തോടെ ദൈവത്തിനൊന്ന് മഹത്വം കരയറ്റാം. അങ്ങനെയെങ്കിൽ 1-ാം മരണത്തെ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, ആ മരണത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ഹേ എന്ന് വിളിച്ചതെങ്കിൽ ഞാൻ ഒരു വ്യാഖ്യാനം നൽകുക, ദുർവ്യാഖ്യാനമല്ല, ശ്രദ്ധിച്ച് കേൾക്കണം. 2-ാം മരണം ഏതാണ്? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലുണ്ട് 2-ാം മരണം. ഇത് 2-ാമത്തെ മരണം. ഏത്? സമാപന വാക്യം, ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക. അതാണ് ഏത്? അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ 2-ാം മരണത്തിൽ നിന്നുള്ള വിമോചനം കിട്ടിയത്. പാതാളത്തിന്റെ ആരായിരുന്നു നമ്മൾ? നിത്യനരകമായ ഗീകന്നയിലേക്ക്, നരകത്തിലേക്ക്, ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മൾ അവിടെ നിന്ന് കൃപയാൽ രക്ഷപ്പെട്ടപ്പോൾ നാം 2-ാം മരണത്തെ നോക്കി നമുക്ക് പറയാം, ഹേ മരണമേ. പറയാമെങ്കിൽ സ്തോത്രം.
ഇനി ശ്രദ്ധിച്ചേ, ഒന്നാം മരണത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നു, ഹേയ് മരണമേ. ആ പാട്ട് പാടിക്കൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ ഒരു പാട്ടൊക്കെ വരുന്നുണ്ട്, സമയം അനുവദിക്കുന്നില്ല. ജയാളികൾക്ക് കിട്ടുന്ന 7 വിധ അനുഗ്രഹങ്ങൾ റഫറൻസ് സഹിതം ഇവിടെ ഞാൻ നോട്ട് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഇപ്പോൾ ഡിസ്പ്ലേയിൽ വരും. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകം. മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. 2:7 ജയിക്കുന്നവന് ദൈവത്തിൽ പറുദീസയിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. 2:11 രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. 2:17 മറഞ്ഞിരിക്കുന്ന മന്ന ജയിക്കുന്നവന് കൊടുക്കും. സ്തോത്രം, ആമേൻ. 2:18 ജയിക്കുന്നവന് ജാതികളുടെ മേലുള്ള അധികാരം സഹസ്രാബ്ദവാഴ്ച കൊടുക്കും. ജയിക്കുന്നവന് ആമൻ 3:12 എൻ്റെ ആലയത്തിലെ തൂണാക്കും. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3:5 ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് നൽകും. വെളിപ്പാട് പുസ്തകം 3:21 ജയിക്കുന്നവന് ഞാൻ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകും. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഈ ജയോത്സവത്തോടു കൂടെ അങ്ങോട്ട് മുൻപോട്ട് പോകുക, ജയാളിയായിട്ട് മുൻപോട്ട് പോകുക. വരുന്നൊരാഴ്ചയിലെ ദിനരാത്രങ്ങൾ എല്ലാം ഈ ഒരു അറ്റ്മോസ്ഫിയർ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ജയോത്സവം, ജയത്തിൻ്റെ ക്യാമ്പിലുള്ള ആ ആരവത്തിൻ്റെ ആ അറ്റ്മോസ്ഫിയർ നമ്മുടെ വീട്ടിൽ നിൽക്കണം. ആ അറ്റ്മോസ്ഫിയർ നമ്മുടെ ചർച്ചിൽ ഉണ്ടാകണം. ആ അറ്റ്മോസ്ഫിയർ, ആ അന്തരീക്ഷം നമ്മുടെ ആരാധനകൾക്കകത്തുണ്ടാകണം. സ്വോത്രം, സ്വോത്രം. അകത്ത് ജയോത്സവമുള്ളവൻ, ഇങ്ങോട്ട് ശ്രദ്ധിച്ച എല്ലാവരും, അകത്ത് ജയോത്സവമുള്ളവൻ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നതിനകത്ത് പോലും ആ ഐ കോണ്ടാക്റ്റിൽ അല്ല, പ്രൈസ് ദി ലോർഡ് അല്ല, ജയോത്സവത്തിന്റെ ആറ്റ്മോസ്ഫിയർ അകത്തുണ്ടെങ്കിൽ ഒരു പ്രൈസ് ദി ലോർഡ് കൊടുക്കുന്നതിനകത്ത് പോലും അതുണ്ടാകും. ഇന്ന് തിരുവത്താഴമുണ്ട്. ഇത് കഴിഞ്ഞ് വിശുദ്ധ ചുമ്മനം കൊടുക്കുമ്പോൾ 2 മോന്തെ അങ്ങോട്ട് മുട്ടിച്ചേക്ക് പോവുകയല്ല. സ്തോത്രം. ജയോത്സവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരാജയപ്പെട്ടവൻ നിന്റെ മുമ്പിൽ വരുമ്പോൾ, തോൽവിയുള്ളവൻ നിന്റെ മുമ്പിൽ വരുമ്പോൾ, തോറ്റ് തുന്നം പാടിയവൻ നിന്റെ മുമ്പിൽ വരുമ്പോൾ, അവൻ ഈ ജയോത്സവം അകത്തനുഭവിക്കുന്ന ദൈവ പൈതൽ 5 മിനിറ്റ് അവനോട് സംസാരിക്കുമ്പോൾ അവൻ സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ജയം നിന്റെ വായിലൂടെ വെളിയിൽ വരികയാണ്. ജയം നിന്റെ വായിലൂടെ വെളിയിൽ വരികയാണ്. അവൻ തോൽവികൾ നീ ചെല്ലുന്നിടത്ത് എല്ലാം അവൻ ഈ ജയത്തിന്റെ ഒരു വ്യാപാരം ഉണ്ടാകും. അതുകൊണ്ട് പുറമറ്റത്തുള്ള ഈ സംഘം തോറ്റ് കൊടി താത്തിക്കെട്ടിയ ഒരു കൊടിക്കീഴിലുള്ളവരല്ല. ജയത്തിന്റെ അവൻ കൊടി പാറുന്നു. ആ കൊടിയുടെ കീഴേ, ആ ജയത്തിൻ കൊടിയുടെ കീഴേ, കാൽവരി ക്രൂശിൽ ഉയർത്തപ്പെട്ട ജയത്തിൻ കൊടിയുടെ കീഴേ ഉള്ള ജയാളികളാണ്. സന്തോഷമുണ്ടോ പ്രിയരെ? അതുകൊണ്ട് ജയത്തിൻ കൊടിയുടെ കീഴെ നിൽക്കേണ്ടത് മ്ലാനതയുള്ള മുഖം കൊണ്ടല്ല. മുട്ടക്കച്ചവടത്തിന് നട്ടം വന്ന് ചിട്ടി പൊട്ടി ഇട്ട വട്ടത്തിനകത്ത് വട്ടം കറങ്ങി നിൽക്കുന്ന ഒരു തന്റെ മുഖം ഭാവമല്ല നിന്റെ മുന്നിക്കൊണ്ടാകേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. വലിയ കലാപത്തിൻ്റെ അകത്തേക്ക്, വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന കുടുംബത്തിലോ ചിലപ്പോൾ 2 വ്യക്തികൾ തമ്മിലോ ഒക്കെ അഭിപ്രായ വ്യത്യാസവും പ്രശ്നങ്ങൾ നടക്കുന്നിടത്തേക്ക് ചില സമാധാനകാംക്ഷികൾ ചിരിച്ചോണ്ട് കയറി വരുമ്പോൾ തന്നെ ശാന്തത വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. കയറി വന്ന്, ബ്രദറെ എന്താ പ്രശ്നം? ഇത്രയും ചോദിക്കുമ്പോൾ തന്നെ അന്തരീക്ഷം മാറുന്ന കണ്ടിട്ടുണ്ട്. അതിനകത്ത് ജയോത്സവം വേണം. കയറി വരുന്നവന് ജയോത്സവം വേണം. എത്ര പേർക്കത് സന്തോഷത്തോടെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? അതുകൊണ്ട് ഇന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. തോക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്,
പരാജയപ്പെട്ട് മുട്ടുമടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്റെ അകത്തിരിക്കുന്നവൻ ആമൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ജയിച്ചവനാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ജയമുണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? എത്ര പേർക്ക് പറയാൻ പറ്റും? യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ജയമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ജയമുണ്ട്. എന്നെ വേട്ടയാടുന്ന, എന്നെ പിന്തുടരുന്ന സകല വൈരികളുടെ മേലും യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ജയമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ജയമുണ്ട്. ആ വചനമൊന്ന് ഏറ്റെടുത്ത് അല്പനേരം പ്രാപിച്ച ദൈവകൃപയിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ കഴിയുന്നവർ അല്പനേരം ഒന്ന് ആരാധിച്ചാട്ട്. തോൽവി നിന്നെ വിട്ടുപോകുകയാണ്, നിന്റെ കുടുംബത്തെ വിട്ടുപോകുകയാണ്, നീ ഇടപെടുന്ന മേഖലയെ വിട്ടുപോകുകയാണ്, അവൻ നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തെ വിട്ടുപോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയത്തിന്റെ ശക്തി, ജയത്തിന്റെ ഒരു കാറ്റ് ഈ കൂട്ടത്തിനകത്തേക്ക് അടിക്കട്ടെ. വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ, വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.